റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ വിദ്യാർത്ഥികളെ ക്രൂരമായി കൈകാര്യം ചെയ്യുന്നുവെന്ന് ഹൈക്കോടതി. മെഡിക്കൽ PG വിദ്യാർത്ഥികളോട് അടക്കം മനുഷ്യത്വരഹിതമായ സമീപനമാണ് കോളേജുകൾ സ്ഥിരീകരിക്കുന്നത്. ഇത് ഗൗരവതരമായ കാര്യമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ MK റാം നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് നിരീക്ഷണം. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, വളരെ സുപ്രധാനമായ നിരീക്ഷണമാണല്ലോ ഇപ്പോൾ കോടതിയിൽ നിന്ന് ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. എന്താണ് മനസ്സിലാക്കാനാകുന്നത്? ഡോക്ടർ റാമിന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകാതെ തന്നെയാണോ ഇതിൽ ഇങ്ങനെയൊരു പരാമർശം കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നത്? നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയായ ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി ഈ രീതിയിലുള്ള നിരീക്ഷണം നടത്തുന്നത്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ വിദ്യാർത്ഥികളെ ക്രൂരമായി കൈകാര്യം ചെയ്യുന്നു. മെഡിക്കൽ PG വിദ്യാർത്ഥികളോട് ഉൾപ്പെടെ മനുഷ്യത്വരഹിതമായ സമീപനമാണ്. ഇത് ഗൗരവതരമായ കാര്യമാണ് എന്നുകൂടിയാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. ഒപ്പം ഇക്കാര്യങ്ങളിലെല്ലാം ഒരു അന്വേഷണം വേണം. പറ്റുമെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷൻ തന്നെ ഇക്കാര്യം അന്വേഷിക്കണം എന്ന കാര്യം കൂടിയാണ് ജസ്റ്റിസ് A ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് നിരീക്ഷിക്കുന്നത്. അതായത് കേരളത്തിലെ സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് അത് ബിരുദ വിദ്യാർത്ഥികളും ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കുമായവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ, പ്രത്യേകിച്ച് മാനേജ്മെന്റിൽ നിന്നുൾപ്പെടെ നേരിടുന്ന ഇത്തരം അതിക്രമങ്ങൾ ഗൗരവതരമാണ്. അതിന്മേലൊരു കമ്മീഷൻ തന്നെ, പ്രത്യേകമായി കമ്മീഷൻ നിയോഗിച്ച് തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന സുപ്രധാനമായ നിരീക്ഷണമാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നത്. അത് ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഈ രീതിയിലുള്ള ഒരു നിരീക്ഷണം ഹൈക്കോടതിയിൽ നിന്ന് പുറത്തുവരുന്നത്. സുപ്രധാനമായ കാര്യമാണ്. കാരണം നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടത് കോളേജാണ്, അല്ലെങ്കിൽ കോളേജിലെ അധ്യാപകർ തന്നെയാണ് ആ കേസിലെ പ്രതികൾ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഹൈക്കോടതി ഈ രീതിയിലുള്ള നിരീക്ഷണം, സുപ്രധാനമായ നിരീക്ഷണം നടത്തുന്നത്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ വിദ്യാർത്ഥികളെ ക്രൂരമായി കൈകാര്യം ചെയ്യുന്നു. മെഡിക്കൽ PG വിദ്യാർത്ഥികളോടുൾപ്പെടെ മനുഷ്യത്വരഹിതമായ സമീപനമാണ് ഉണ്ടാകുന്നത്. ഇത് ഗൗരവതരമായ കാര്യമാണ്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമുണ്ട്. ഒരു കമ്മീഷനെ നിയോഗിച്ച് തന്നെ ഇക്കാര്യം അന്വേഷിക്കേണ്ടതാണ് എന്നടക്കമുള്ള നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നത്. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.